കഴിഞ്ഞ വീഡിയോയിൽ ഹംപിയെക്കുറിച്ച് പൊതുവായ ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇന്ന് അവിടുത്തെ ചില കാഴ്ചകളെക്കുറിച്ചാണ് പറയുന്നത്. ഏതാണ്ട് 26 ചതുരശ്ര മൈൽ വിസ്തീർണത്തിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഹംപി. എവിടെയും തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങളാണ്. ഈ കൂട്ടത്തില് പ്രധാനപ്പെട്ട ഒരു സ്ഥാനം ക്ഷേത്രങ്ങൾക്കാണ്. ഹംപിയിലാകെ ഏതാണ്ട് 1000-ലധികം ക്ഷേത്രങ്ങളാണുള്ളത്. ഇതിൽ ചിലവ വലിയ കുഴപ്പമില്ലാതെ നിലനിൽക്കുന്നു, മറ്റു ചിലത് പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു, ചിലത് ഭാഗികമായി തകർന്നു കിടക്കുന്നു. ഈ ക്ഷേത്രങ്ങളെല്ലാം ഒരു രാജാവിൻ്റെ ഭരണകാലത്ത് നിർമ്മിച്ചവയൊന്നുമല്ല. പ്രധാനമായും ഈ ഹംപിയുടെ ആ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 4 രാജവംശങ്ങളാണ് അവിടെ ഭരിച്ചിരുന്നത്. ഇതിൽ മൂന്നാമത്തെ രാജവംശമായ തുളുവ വംശത്തിലെ കൃഷ്ണദേവരായരായിരുന്നു ഇതിലേറ്റവും പ്രസിദ്ധൻ. അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പല നിർമ്മിതികളും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തെക്കുറിച്ചാണ് പറയുന്നത്, വിരൂപാക്ഷ ക്ഷേത്രം. ഈ ക്ഷേത്രം ഹംപിയിലെ പഴയകാലം, പ്രാചീന കാലം മുതൽ ഇന്നും ആരാധനയും ഉത്സവവും ഒക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഹംപിയിലെ ഏക ക്ഷേത്രമാണ് ഈ വിരൂപാക്ഷ ക്ഷേത്രം. ഈ നമ്മൾ ഹംപിയിലെ ഓരോ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുമ്പോഴും നമ്മുടെ ഇവിടുത്തെ പോലെ ഒരു ക്ഷേത്ര മതിൽ, അതിനകത്ത് ഒരു ഒരു ശ്രീകോവില്, ചുറ്റും ചില ഭാഗങ്ങൾ, ഇങ്ങനെയാണല്ലോ നമ്മുടെ പൊതുവായ ഒരു ക്ഷേത്ര നിർമ്മിതി. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കടന്നാൽ ഒരു ക്ഷേത്ര കോംപ്ലക്സ് എന്ന് അതിനെ പറയാം, അല്ലെങ്കിൽ ഒരു സമുച്ചയമാണ്. പല 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 ഭാഗങ്ങളിലായിട്ട് കെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന കെട്ടിടങ്ങളുടെ വളരെ വലിയൊരു നിർമ്മിതിയാണ് ഓരോ ക്ഷേത്രങ്ങളും. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നത് എന്ന് ചോദിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഈ ക്ഷേത്രങ്ങൾ ഒരു രാജാവിൻ്റെ കാലത്തല്ല പണിതിരിക്കുന്നത്, പല രാജാക്കന്മാരാണ്. അപ്പോൾ ആദ്യം ഒരാൾ ഒരു ഭാഗം ഉണ്ടാക്കി, പിന്നീട് വന്ന ആൾ അതിന് മുന്നിലൊരു ഗോപുരം പണിഞ്ഞു. ചിലപ്പം ചില യുദ്ധങ്ങളുടെ വിജയത്തോടനുബന്ധിച്ചുള്ള സന്തോഷ സൂചകമായിട്ട് നിർമ്മിച്ച ചില ഭാഗങ്ങൾ, അങ്ങനെ കെട്ടിയാണ് പല പല മണ്ഡപങ്ങളായിട്ട് ക്ഷേത്രം തന്നെ കാണാൻ നമുക്ക് ഒരു 2-3 മണിക്കൂർ കുറഞ്ഞത് എടുക്കും. അത്രയും വിശാലമായ ഒരു കാഴ്ചയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉൾഭാഗം. ഈ ഹംപിയിലെ ഈ വിരൂപാക്ഷ ക്ഷേത്രമാണ് നമ്മളുടെ കേന്ദ്രസ്ഥാനം. കുറേ ദൂരെ നിന്ന് തന്നെ ഇതിൻ്റെ പ്രവേശന കവാടം നമുക്കല്ലേ, അതിൻ്റെ ആ ഗോപുരം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ എത്തുമ്പോൾ ഏതാണ്ട് ഈ ക്ഷേത്രത്തിനോട് അടുക്കുന്നതിന് 1 കിലോമീറ്റർ മുന്നിൽ നിന്ന് തന്നെ ഈ 2 ഭാഗത്തും വിശാലമായ ചെമ്മൺ നിരത്താണ്. ഇതിൻ്റെ 2 ഭാഗത്തായിട്ടും ആ പ്രാചീന കാലത്തെ ആ കച്ചവട കേന്ദ്രങ്ങളുടെ തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങളാണ്. ഇപ്പോൾ ഈ ക്ഷേത്രം പുരാവസ്തു വകുപ്പിൻ്റെ, അല്ലെങ്കിൽ ഈ ഹംപി മൊത്തത്തിൽ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് അവരത് വളരെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ പ്രവർത്തനങ്ങളൊന്നുമില്ല. റോഡൊക്കെ ആ പഴയ രീതിയിൽ തന്നെ വളരെ വീതിയിലെ ചെമ്മൺ റോഡുകളാണ് പല ഭാഗത്തും ഉള്ളത്. ടാറൊന്നും അങ്ങനെ വലുതായിട്ട് ചെയ്തിട്ടില്ല. ഈ 2 വശത്തും നിരനിരയായി കാണുന്ന ഈ കെട്ടിട സമുച്ചയങ്ങൾ, ഈ വ്യാപാര കേന്ദ്രങ്ങൾ കാണുമ്പോൾ അവിടുത്തെ അന്നത്തെ കാലത്തെ ആ തിരക്കേറിയതും ചലനാത്മകവുമായ ഒരു വ്യാപാര കേന്ദ്രം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ സാധിക്കും. അവിടുത്തെ കച്ചവട രീതി പഴയ ബാർട്ടൺ സമ്പ്രദായമായിരുന്നു. ഏതെങ്കിലും ഒരു സാധനം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവർ തിരിച്ച് നമുക്ക് ഇങ്ങോട്ട് സാധനങ്ങൾ തരും, ആ ഒരു രീതി. അപ്പോൾ ഇവിടെ പറങ്കികളും അതേപോലെ തന്നെ തുർക്കികളും അങ്ങനെ പല ചൈനയിൽ നിന്നും ഒക്കെ ഉള്ള വിദേശ സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ രേഖപ്പെടുത്തലുകളിലൂടെയാണ് ഇവിടെ നടന്നിരുന്ന ആ കച്ചവടങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിലേറ്റവും കൂടുതൽ ഇവിടെ നിന്നും കൊണ്ടുപോയിരുന്നത് കുരുമുളകായിരുന്നു എന്നും ഇങ്ങോട്ട് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്തിരുന്നത് കുതിരകളെ ആയിരുന്നു എന്നും ഒക്കെ ഈ സഞ്ചാരികളിൽ പലരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ നീളത്തിലുള്ള ഈ ഒരു വ്യാപാര സമുച്ചയം കഴിഞ്ഞാണ് നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തിച്ചേരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലായിട്ട് വളരെ വലിയ ഒരു 165 അടി ഉയരത്തിലുള്ള ഒരു പ്രവേശന ഗോപുരമുണ്ട്. ഈ ഗോപുരം തന്നെ വളരെ വലിയൊരു കാഴ്ചയാണ്. ആ ഗോപുരത്തിൻ്റെ എല്ലാ ഭാഗത്തും കൊത്തുപണികളാണ്. വളരെ ഉയരത്തിൽ അങ്ങനെ നിൽക്കുന്ന ഒരു ഗോപുരം. ഈ ഗോപുരത്തിൻ്റെ ഈ
ഈ രാജവംശത്തിന്റെ അവസാന കാലത്തുണ്ടായ യുദ്ധത്തിന് ശേഷം ഡെക്കാൻ സുൽത്താൻമാര് ഈ ഗോപുരത്തിന്റെ പല ഭാഗങ്ങളും തകർക്കുകയും അതിങ്ങനെ നാമാവശേഷമായി അങ്ങനെ പോവുകയും ഒക്കെ ചെയ്ത് കിടന്നിരിക്കുകയായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ഈ 1865 ഒരു ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഈ ഹംപിയുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ആ ഒരു പുറം ലോകത്തേക്ക് ഇവിടുത്തെ ചിത്രങ്ങളൊക്കെ എടുത്ത് പ്രസിദ്ധീകരിക്കുകയും ഇത് പുറം ലോകം അറിയുകയും ചെയ്യുന്നത്. അപ്പൊ ആദ്യം ഈ ഒരു ശ്രദ്ധ പതിഞ്ഞ ഒരു ഭാഗവും ഈ വിരൂപാക്ഷ ക്ഷേത്രമാണ്. അങ്ങനെ ആ വിരൂപാക്ഷ ക്ഷേത്രത്തിന്റെ മുന്നിലെ ഈ പ്രവേശന ആ ഗോപുരം പിന്നീട് അതിനെ ഒന്നുകൂടി ഭംഗിയാക്കി പണിത് നിർത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ ക്ഷേത്രത്തിന്റെ ഈ 165 അടി പൊക്കത്തില് അതിനെങ്ങനെ താങ്ങി നിർത്തിയിരിക്കുന്ന ആ ഒരു ബീമൊക്കെ അല്ലെങ്കിൽ ആ ഭാഗമൊക്കെ നശിക്കുകയും ബ്രിട്ടീഷുകാർ ലണ്ടനിൽ നിന്നും ആ സ്റ്റീൽ ബീമൊക്കെ കൊണ്ടുവന്നിട്ട് അതിനെ ഇങ്ങനെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. ആ സമയത്ത് അങ്ങനെയാണ് അത് ഇപ്പോൾ അങ്ങനെ നിർത്തിയിരിക്കുന്നത്. അപ്പം നമ്മൾ കയറുമ്പം തന്നെ ഈ ഗൈഡ് നമുക്ക് ഈ ബീമൊക്കെ ഇങ്ങനെ കാണിച്ചു തരും. ആ സ്റ്റീൽ ബീം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും മുകളിലായിട്ട്. ആ ക്ഷേത്രത്തിന്റെ അകത്തേക്ക് നമ്മൾ കടന്നു കഴിയുമ്പം അതിവിശാലമായ ഒരു നടുമുറ്റമാണ്. അതിൻ്റെ വശങ്ങളിലും മധ്യഭാഗത്തും ഒക്കെ ആയിട്ടാണ് ഈ കെട്ടിടങ്ങളുടെ ആ ഒരു കൂട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത്.